بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. അക്ഷരങ്ങളുടെ മഖാരിജ് നമ്മൾ പറയുകയുണ്ടായി, സൂചിപ്പിച്ചു. അൽ മഖാരിജുൽ ആമ്മ, പൊതുവായ 5 മഖ്റജുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. 5 മഖ്റജുകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു റഈസിയായ ആമായ ഒരു മഖ്റജാണ് അൽ ലിസാൻ അഥവാ നാവ്. ഈ നാവിൽ നിന്ന് 10 മഖ്റജുകൾ ഉണ്ടെന്നും ആ 10 മഖ്റജുകളിൽ നിന്നായി 18 ഹർഫുകൾ ഉത്ഭവിക്കുന്നു എന്നും നാം സൂചിപ്പിക്കുകയുണ്ടായി. നാവിൽ നിന്ന് 10 മഖ്റജുകളുണ്ട്, അതിൽ നിന്ന് 18 അക്ഷരങ്ങളാണ് ഉത്ഭവിക്കുന്നത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തേതാണ് അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേ അറ്റം. മിൻ ഫൗഖ് ഐ അബ്അദുഹു മിമ്മാ യലിൽ ഹൽഖ് മഅ മാ യുഹാദിഹി മിനൽ ഹനകിൽ ആല വയഖ്റുജു മിൻഹുൽ ഖാഫ്. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ഖാഫിൻ്റെ മഖ്റജ് ഹൽക്കിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന നാവിൻ്റെ അങ്ങേ അറ്റത്തായ ആ ഒരു ഭാഗം, അവിടെ മേലെ അണ്ണാക്കുമായി ചേർത്തുകൊണ്ട് ഖാഫ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നു. അവിടെ നിന്നാണ് ആ ഖാഫിൻ്റെ മഖ്റജ് അഥവാ ഉത്ഭവസ്ഥാനം. ഇനി രണ്ടാമത്തെ മഖ്റജ്, ലിസാനിൽ നിന്നുമുള്ള ഒന്നാമത്തെ മഖ്റജ് പറഞ്ഞു കഴിഞ്ഞു. 10 മഖ്റജുകളിൽ ഒന്നാണ് പറഞ്ഞത്. ഇനി നാവിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ടാമത്തെ മഖ്റജാണ് അഖ്സൽ ലിസാൻ മഅ മാ യുഹാദിഹി മിനൽ ഹനകിൽ ആല. നാവിൻ്റെ അങ്ങേയറ്റം തന്നെ, എന്നാൽ മേലെ അണ്ണാക്കുമായി ചേർത്തുകൊണ്ട് വയഖ്റുജു മിൻഹുൽ കാഫ്. എല്ലാവരും ശ്രദ്ധിക്കുക, കാഫ്. കാഫ് എന്നത് ഇതിൻ്റെ നാമമാണ്, ഈ അക്ഷരത്തിൻ്റെ പേരാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇല്ല അന്ന മഖ്റജഹ അസ്ഫലു മിൻ മഖ്റജിൽ ഖാഫ് ഖരീബുൻ മിൻ വസത്തിൽ ലിസാൻ. എന്നാൽ ഖാഫിൽ നിന്ന് കാഫ് അല്പം മുന്നോട്ടാണെന്നർത്ഥം. ഇല്ല അന്ന മഖ്റജഹ അസ്ഫൽ, അല്പം താഴെയാണ്. മിൻ മഖ്റജിൽ ഖാഫ്, ഖാഫിന്റെ മഖ്റജിൽ നിന്ന്. ഖരീബുൻ മിൻ വസത്തിൽ ലിസാൻ, നാവിൻ്റെ മധ്യത്തോട് അടുത്തായി നിൽക്കുന്നതാണെന്നർത്ഥം. എന്ന് വെച്ചാൽ ഖാഫിൽ നിന്നും നാവിൻ്റെ മധ്യഭാഗത്തേക്ക് അല്പം മുന്നോട്ടായിട്ടാണ് കാഫിൻ്റെ മഖ്റജ് എന്നതാണ്. അപ്പോൾ കാഫ് എന്ന അക്ഷരം നമ്മൾ പറഞ്ഞു നോക്കാം അല്ലേ. മാ സലകകും ഫീ സഖർ, ഖാഫ്. മാ സലകകും ഫീ സഖർ, സൂറത്തുൽ മുദ്ദസ്സിറിൽ നമ്മൾ ഓതിപ്പോയ ഭാഗമാണ്. മാ സലകകും ഫീ സഖർ, ആദ്യത്തേത് രണ്ടും കാഫാണ്. സലകകും, സലകകും അല്ലേ. ദക്കൻ, ദക്ക അല്ലേ. ദക്കൻ, ശബ്ദ നൽകി പറഞ്ഞു നോക്കൂ. ദക്കൻ, കാഫ് ഷദീദായ അക്ഷരം തന്നെയാണ്, അതുപോലെ മഹ്മൂസാണ്. അങ്ങനെ പല പ്രത്യേകതകളുമുണ്ട്. എന്നാൽ ഖാഫിൽ നിന്നും വേർതിരിയുന്ന മറ്റൊരു സിഫത്താണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് ഖാഫ്. എന്നാൽ കാഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാകുന്നു കാഫ്. അപ്പോൾ ആ ഷദ് നൽകി ഉച്ചരിച്ച് നോക്കിയാൽ മതി. ദക്കൻ, ദക്ക അല്ലേ. ദക്കൻ ആവർത്തിച്ച് കാഫ് ഉച്ചരിച്ച് പരിശീലിക്കുക. അള്ളാഹു